ഞാൻ പോയിട്ട് വേഗം വരും. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട മലയാളിയായ രഞ്ജിതയുടെ അവസാന വാക്കുകളായിരുന്നു അത്. ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നങ്ങൾ കൈപ്പാടകളെ എത്തി നിൽക്കുമ്പോഴാണ് രഞ്ജിത അഹമ്മദാബാദിലെ വിമാനാപകടത്തിൽ കൊല്ലപ്പെടുന്നത്. മുന്നൂറിലേറെ പേരുടെ ജീവൻ കവർന്നെടുത്ത വിമാന ദുരന്തം ബാക്കിയാക്കുന്നത് ഇങ്ങനെയുള്ള 100 സ്വപ്നങ്ങളുടെ ചിതകൾ കൂടിയാണ്. സർക്കാർ ജോലി ലഭിച്ചതിനെ തുടർന്ന് അതിന്റെ നടപടിക്രമങ്ങൾക്കായിട്ടായിരുന്നു ചുരുങ്ങിയ ദിവസത്തെ അവധിക്കായി രഞ്ജിത നാട്ടിലെത്തിയത്. സർക്കാർ ജോലി എന്ന സ്വപ്നം പൂവണിഞ്ഞതിന്റെ സന്തോഷത്തിലായിരുന്നു അവർ. ലണ്ടനിൽ തിരികെ എത്തി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി എത്രയും വേഗം നാട്ടിലേക്ക് മടങ്ങാനും സർക്കാർ ജോലിയിൽ പ്രവേശിക്കാനും ഒരുങ്ങിയതായിരുന്നു അവർ. എന്നാൽ ആ സ്വപ്നങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിച്ച് രഞ്ജിത മടങ്ങി. ഉദയ്പൂർ ആശുപത്രിയിലെ ജോലി രാജിവെച്ച് ഡോക്ടർ കോമി വ്യാസ് ഭർത്താവ് ഡോക്ടർ പ്രദീക് ജോഷിക്കൊപ്പം 3 കുരുന്നുകളുമായി ലണ്ടൻ സ്വപ്നങ്ങളുമായി പറന്നുയരുമ്പോഴാണ് വിമാന ദുരന്തത്തിന് ഇരയായത്. പ്രദീകും കോമിയും 3 മക്കൾക്കൊപ്പം എടുത്ത വിമാനത്തിൽ നിന്നുള്ള അവസാന സെൽഫി ഇന്ന് ലോകത്തെ മുഴുവൻ കണ്ണീരണിയിക്കുകയാണ്. ഇരട്ടക്കുട്ടികളായ നകുലിനും പ്രത്യുത്തിനും 5 വയസ്സായിരുന്നു. മൂത്ത മകൾ മിറായിക്ക് 8 വയസ്സും. 6 വർഷമായി ലണ്ടനിൽ താമസിക്കുകയായിരുന്നു പ്രദീക് ജോഷി. ഭാര്യയ്ക്കും 3 കുട്ടികൾക്കുമൊത്ത് വിദേശത്തെ ഒരു ജീവിതം കെട്ടിപ്പടുക്കണമെന്ന സ്വപ്നവുമായി പറന്നുയരുമ്പോഴാണ് നിമിഷങ്ങൾക്കുള്ളിൽ ചാരമായി തീർന്നത്. ഒരുപിടി നല്ല ഓർമ്മകളുമായി മടങ്ങാനാണ് ലണ്ടനിൽ നിന്നുള്ള ജാമി മീക്ക് ഇന്ത്യയിലെത്തിയത്. യോഗ ഏറെ ഇഷ്ടമുള്ള ജാമിക്ക് ഇന്ത്യ സമ്മാനിച്ചത് മനോഹരമായ അനുഭവങ്ങളാണ്. അതെല്ലാം അദ്ദേഹം തന്റെ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യയിലെ വിശേഷങ്ങൾ നാട്ടിലുള്ളവരോട് പങ്കുവെക്കാനുള്ള ആവേശത്തോടെയാണ് ജാമി അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്കുള്ള വിമാനം കയറിയത്. എന്നാൽ അത് തന്റെ അവസാന യാത്രയായിരുന്നുവെന്ന് ജാമി അറിഞ്ഞിരുന്നില്ല. ജീവിത പങ്കാളിയായ ഫിയോഞ്ചൻ ഗ്രീൻലോയും ജാമിക്കൊപ്പമുണ്ടായിരുന്നു. ഇരുവരും ഒന്നിച്ചായിരുന്നു ഇന്ത്യൻ കാഴ്ചകളിലേക്ക് ഇറങ്ങിച്ചെന്നത്. അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും നാട്ടിലേക്കുള്ള വിമാനത്തിൽ കയറുന്നതിനു മുമ്പ് ജാമിയും ഗ്രീൻലോയും ഇന്ത്യയോട് യാത്ര പറഞ്ഞുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. ഗുഡ് ബൈ ഇന്ത്യ എന്നായിരുന്നു ജാമി ലോകത്തോട് പറഞ്ഞ അവസാന വാക്കുകൾ. എന്റെ കുഞ്ഞെ, ഞാൻ എന്റെ ഈ കൈകളിൽ കൊണ്ടു നടന്ന എന്റെ മകൾ, നീ എവിടെ പോയി? എനിക്ക് നിന്നെ കാണണം. നീ എവിടെയാണ്? എയർ ഹോസ്റ്റസ് നഗന്തോയ് ശർമ്മ കോങ്ബ്രൈറ്റ് പമ്മിന്റെ കുടുംബാംഗങ്ങൾ നെഞ്ചുപൊട്ടിക്കരയുന്ന ദൃശ്യങ്ങൾ കണ്ടു നിൽക്കാൻ ആർക്കും കഴിയുമായിരുന്നില്ല. മകളുടെ ചിത്രങ്ങൾ ചേർത്ത് പിടിച്ച് നിലവിളിക്കുന്ന അമ്മയ്ക്കൊപ്പം ആ നാട് മുഴുവൻ കരയുകയായിരുന്നു. എന്തു പറയണം, എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് ആർക്കും അറിയില്ലായിരുന്നു. വിവാഹശേഷം UK മടങ്ങിയ തന്റെ പ്രിയതമനെ കാണാനായിരുന്നു ഖുശ്ബു രാജ്പുരോഹിത് എയർ ഇന്ത്യ വിമാനത്തിൽ യാത്ര തിരിച്ചത്. പക്ഷെ ഖുശ്ബുവിന് ആ യാത്ര ഇനി ഒരിക്കലും തന്റെ പ്രിയപ്പെട്ടവരെ ആരെയും കാണാൻ പറ്റാത്ത ദൂരത്തിലേക്കുള്ള യാത്രയായി മാറി. രാജസ്ഥാനിൽ നിന്നുള്ള ഖുശ്ബുവും മൻഫൂൽ സിംഗും ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് വിവാഹിതരായത്. ലണ്ടനിൽ വിദ്യാർത്ഥിയായ മൻഫൂലിനൊപ്പം പുതിയ ജീവിതം ഒന്നിച്ച് കെട്ടിപ്പടുക്കാനുള്ള സ്വപ്നങ്ങളിലായിരുന്നു ഖുശ്ബു. പക്ഷെ എല്ലാം എരിഞ്ഞു തീരാനെടുത്തത് വെറും നിമിഷങ്ങൾ മാത്രം. വാർദ്ധക്യകാലത്ത് തന്റെ മകനൊപ്പം സമയം ചിലവഴിക്കാൻ കൊതിച്ച് യാത്ര തിരിച്ചതായിരുന്നു സോലാപൂർ സ്വദേശികളായ മഹാദേവും ആശാ പവാറും. നിറചിരിയോടെ എയർപോർട്ടിൽ നിന്ന് യാത്ര തിരിച്ച ഇവർക്ക് മകനെ ഒരു നോക്കുപോലും കാണാനാകാതെ തീഗോളമായി മാറിയ വിമാനത്തിൽ ജീവിതയാത്ര അവസാനിപ്പിക്കേണ്ടി വന്നു. അഹമ്മദാബാദിലെ വിമാനാപകടത്തിൽ പൊലിഞ്ഞ ഓരോ ജീവനും ബാക്കിയാക്കുന്നത് പൂർത്തീകരിക്കാനാകാതെ പോയ ഒരായുസിന്റെ സ്വപ്നങ്ങളാണ്. ഓരോ വേർപാടും അവരുടെ ഉറ്റവരുടെ ഹൃദയത്തിൽ ഉണ്ടാക്കുന്നത് ഒരിക്കലും ഉണങ്ങാത്ത മുറിവുകളും.